الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله نبي الهدى لا تنسني من شفاعتي فإني مسيء مذنب ذو جرائري ألا يا رسول الله عطفا ورحمة لمسترحم مستنور للمبارر ألا يا رسول الله غوثا وغارة لذي كربة مسودة كالدياجر ألا يا رسول الله ألا يا خليل الله نجدة ماجدي كريم السجايا كاشفا للمعاسر ألا يا أمين الله أمنا لخائفي أتى هاربا من ذنبه المتكاثر ألا يا صفي الله قم بي فإنني بكم وإليكم يا شريف العناصر وسيلتنا العظمى إلى الله أنت يا ملاذ الورى من كل باد وحاضر किस बात की कमी है आका तेरी गली में दुनिया तेरी गली में उक़बा तेरी गली में मौतो हयात मेरी दोनों तेरे लिए है मौतो हयात मेरी दोनों तेरे लिए है मरना तेरी गली में जीना तेरी गली में സർവാദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, കാരണവന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ നാടിന്റെ വിലാസവും അഭിമാനവും അസ്തിത്വവുമായ ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെയും ഇവിടെ വിശ്രമിക്കുന്ന ഹദറമി സയ്യിദ് അവറുകളുടെയും ഒക്കെ സന്നിധാനത്തിൽ ആത്മീയമായ സാഹചര്യത്തിൽ ആത്മീയ ലക്ഷ്യങ്ങളോടെ
ഒരുമിച്ച് കൂടിയിട്ടുള്ള സദസ്സാണ്. ജല്ല ജലാലായ അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കുകയും പാരത്രിക ലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വിധം അനുഗ്രഹീതമാക്കി തരികയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ അവരുടെ അവദാനങ്ങളും അനുസ്മരണങ്ങളും മഹനീയമായ ജീവിതങ്ങളുടെ പുനർവായനകളും ലോകവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഔലിയാക്കളെ പ്രകീർത്തിക്കുകയും അവരുടെ മനാഖിബുകൾ പാരായണം ചെയ്യുകയും ചെയ്യൽ വളരെയേറെ മഹത്വമേറിയ സൽക്കർമ്മമാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തന്ന ജീവിത ശുദ്ധികളെ ആനുകാലികമായി അവതരിപ്പിക്കുവാനുള്ള മഹനീയമായ വേദികളാണ് അനുസ്മരണ സമ്മേളനങ്ങളും ഉറൂസുകളും. പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറയിൽ വഅലാ സാഹിബിഹ സ്വലാത്തു വത്തസ്ലീം നടന്നുകൊണ്ടിരുന്ന ആചാരങ്ങളെക്കുറിച്ച്, മദീനയിൽ ജനിക്കുകയും വളരുകയും ഏറെക്കാലത്തെ മുഫ്തിയും ഒക്കെയായിരുന്ന മുഹമ്മദുൽ കിബ്രീത്ത് റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിലെ ആചാരക്രമങ്ങളെക്കുറിച്ച് ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഓരോ കാലങ്ങളിലും മദീനയിൽ എന്താണ് നടന്നിരുന്നത്, ഓരോ മാസങ്ങളിലും മദീനയിലെ ജനങ്ങൾ അവരുടെ ആനന്ദത്തെയും സന്തോഷത്തെയും ബന്ധിച്ചിരുന്നത് എന്തിനോടാണ്? അൽ ജവാഹിറു സമീന ഫീ മഹാസിനിൽ മദീന എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ എഴുതുന്നത്, മദീനയിൽ ഓരോ അറബ് മാസത്തിലും നടന്നിരുന്ന ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചാണ്. റബീഉൽ അവ്വൽ മാസമായാൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് വളരെ പ്രചണ്ഡമായി അവിടെ നടക്കാറുണ്ട്. അതിന്റെ പാരായണ രീതികൾ ഔസാഫുൽ മദീന എന്ന ഗ്രന്ഥത്തിൽ കാണാം. 4 മദ്ഹബിലെയും പ്രമുഖരായ പണ്ഡിതന്മാർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളെ, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജന്മവും ആ സമയത്തുണ്ടായ അത്ഭുതങ്ങളും, അതുകഴിഞ്ഞ് ദുആ ചെയ്ത് ഇറങ്ങിയാൽ അടുത്തയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യ കൗമാര കാലങ്ങൾ, അതുകഴിഞ്ഞാൽ അടുത്ത മദ്ഹബിന്റെ പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യുവത്വവും പ്രബോധനകാലവും, ഇങ്ങനെ കാലം തിരിച്ചുകൊണ്ടുള്ള മൗലിദ് പാരായണം
മസ്ജിദുൻ നബവിയിൽ ഇമാമുകളായ പ്രമുഖരായ പണ്ഡിതന്മാരുടെ സാരഥ്യത്തിൽ നടന്നിരുന്നു എന്ന് മഹാസിനുൽ മദീനയിൽ എഴുതുകയാണ്. അതേ റബീഉൽ അവ്വലിൽ തന്നെ മഹാനായ അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹുവിന്റെ മൗലിദും വളരെ പ്രാധാന്യത്തോടുകൂടി മദീനയിൽ നടന്നിരുന്നു. റബീഉൽ ആഖിർ മാസത്തിൽ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹയുടെ മൗലിദും الشيخ عبد القادر الجيلاني قدس الله سره العزيز മഹാനവറുകളുടെ മൗലിദും വളരെയേറെ പ്രൗഢിയോടുകൂടി നടന്നിരുന്നു. അപ്പോൾ ഔലിയാക്കളുടെ ആണ്ടറുതികളെ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള മനാഖിബുകളുടെ പാരായണം മദീനയുടെ ആചാരത്തിൽപ്പെട്ടതാണ് എന്ന് ഓരോ മാസത്തെയും മദീനയിലെ നടപടികളെ വിശദീകരിച്ചുകൊണ്ട് മുഹമ്മദുൽ കിബ്രീത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ഇതുപോലെയാണ് ഓരോ നാട്ടിലും മഹാന്മാരായ ഔലിയാക്കളെ ജനങ്ങൾ അറിയുന്നത്, സ്വീകരിക്കുന്നത്. ഔലിയാക്കളെ സ്വീകരിക്കുക, ആദരിക്കുക, അനുസ്മരണ വാർഷികങ്ങൾ പ്രചണ്ഡമായി നടത്തുക, അത് പ്രബോധനാവശ്യത്തിനുള്ള വലിയ സംഗമങ്ങളായി ഉപയോഗപ്പെടുത്തുക, ഇതെല്ലാം മുൻകാല പ്രവണതകളുടെ തുടർച്ചയാണ് എന്ന് ചരിത്രം നമ്മോട് സംസാരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, മഹാന്മാരായ ഔലിയാക്കൾ ആരാണ്? ഔലിയാക്കളെ കുറിച്ചുള്ള അനുസ്മരണങ്ങളും അപദാന പാരായണങ്ങളും വിശുദ്ധമായ ആരാധനയാണ്. അതോടൊപ്പം തന്നെ ഔലിയാക്കൾ ആരാണെന്ന് അറിയുകയും അവരുടെ ജീവിത വഴികളെ അനുധാവനം ചെയ്യുകയും ചെയ്യൽ മർമ്മപ്രധാനമായ കാര്യമാണ്. അവിടെയാണ് പ്രത്യുൽപാദനപരമായി മതജ്ഞാനത്തിന്റെയും ആത്മീയതയുടെയും വഴികൾ ഫലപ്രദമായി മാറുന്നത്. എന്ന് പറഞ്ഞാൽ മഹാന്മാരായ ഔലിയാക്കൾ എന്തുകൊണ്ടാണ് ലോകത്ത് മുഴുവനും ഇത്രയേറെ ആദരിക്കപ്പെടാവുന്ന പദവിയിലേക്ക് ഉയർന്നത്? ഔലിയാക്കളുടെ സ്ഥാനമാനങ്ങളുടെ നിമിത്തം എന്താണ്? ഇതറിയുകയും നമ്മുടെ ജീവിതത്തിൽ സാരമായ മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാവുകയും വേണം. അപ്പോഴാണ് നമ്മുടെ ഈ അനുസ്മരണ സംഗമങ്ങൾ കൂടുതൽ ഫലവത്താവുക. ഔലിയാക്കളുടെ എല്ലാവരുടെയും പൊതുവായ ഗുണമെന്താണ്? ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ. ഔലിയാക്കൾ മുഴുവനും തഖ്വയുടെ കേന്ദ്രങ്ങളാണ്. ഔലിയാക്കൾ മുഴുവനും തഖ്വയുടെ ഉടമകളാണ്. തഖ്വ എന്ന അടിസ്ഥാന ഗുണത്തിലൂടെയാണ് ഔലിയാക്കൾ ഔലിയാക്കളായത്. മഹാനായ ഗൗസ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ശിഷ്യന്മാർ അഹ്മദുൽ കബീർ അൽ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ശിഷ്യന്മാർ ലോകത്തിന്റെ നാനാദിക്കിലും നടത്തിയ ആത്മീയ സഞ്ചാരങ്ങളാണ് ഇസ്ലാമിക പ്രചരണത്തിൽ നിർണായകമായ പങ്കുവഹിച്ചത്. ആ ശിഷ്യന്മാര് വന്നിരുന്ന സ്ഥലങ്ങളുടെ പേരാണ് തഖയ്യാവ്. അത് തഖ്വയിൽ നിന്ന് വന്നതാണ്. ആ തഖയ്യാവുകളാണ് തൈക്കാവുകളായി പരിണമിച്ചത്. തഖ്വയുടെ കേന്ദ്രങ്ങൾ ഞങ്ങളുടെയൊക്കെ നാടുകളിൽ നിസ്കാരപ്പള്ളിക്ക് തൈക്കാവ് എന്നാണ് പറയുക. അതിന്റെ അടിസ്ഥാനം തഖയ്യാവ് ആണ്, തഖ്വയുടെ കേന്ദ്രങ്ങളാണ്. മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ശിഷ്യന്മാർ അവർ വന്നിരുന്ന സ്ഥലങ്ങളിൽ അവരുടെ തഖയ്യാവുകൾക്ക് മഹാനായ ഗുരുവര്യരുടെ പേരിടുകയാണ്
മുഹിയുദ്ദീൻ തൈക്കാവ്, അല്ലെങ്കിൽ റിഫായി തൈക്കാവ്, അല്ലെങ്കിൽ ഷാദുലി തൈക്കാവ്, ഇങ്ങനെ തുടങ്ങി മഹാന്മാരായ ഔലിയാക്കളുടെ പേരിൽ കേരളത്തിലും പുറത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആത്മീയമായ കേന്ദ്രങ്ങളുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, അവരുടെ എല്ലാവരുടെയും അടിസ്ഥാനപരമായ ഗുണം തഖ്വ എന്ന് പറയുന്ന അടിസ്ഥാന യോഗ്യതയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, അല്ലാഹുവിന്റെ കൽപ്പനകളെ സ്വീകരിക്കുക, അവന്റെ വിലക്കുകളെ പാലിക്കുക. ഇത് രണ്ടുമാണ് തഖ്വ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുക, അവന്റെ വിലക്കുകളെ പരിഗണിക്കുക. ഇത് രണ്ടും ഉണ്ടാകുമ്പോഴാണ് തഖ്വ ഉണ്ടാവുക. മഹാന്മാരായ ആളുകൾ മുഴുവനും ഉന്നതമായ സ്ഥാനവിധാനങ്ങളിലേക്ക് ഉയർന്നു വന്നത് ഈ അടിസ്ഥാനപരമായ ഗുണത്തെ സ്വീകരിച്ചതിന്റെ പേരിലാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചതിന്റെ പേരിലാണ്. അപ്പോൾ നമ്മളിലും ഉണ്ടാകേണ്ടത് തഖ്വ എന്ന് പറയുന്ന അടിസ്ഥാന ഗുണം. മദാറു കുല്ലി സഅദതി, എല്ലാ വിജയത്തിന്റെയും നിദാനമായ അടിസ്ഥാനമായ തഖ്വയെ നമ്മുടെ എല്ലാവരുടെയും വിലാസമായി നാം സ്വീകരിക്കണം. അപ്പോഴാണ് അവരോടുള്ള അടുപ്പം, അവർ കടന്ന വഴിയിലൂടെയുള്ള സഞ്ചാരം, അവർ പോയ മാർഗത്തിലൂടെയുള്ള ഗമനം, ഇതെല്ലാം സാധ്യമാവുക. അല്ലെങ്കിൽ സാധ്യമാവില്ല. മഹാന്മാരായ ആളുകൾ അല്ലാഹുവിലേക്ക് തഖ്വയുള്ളവരായിരുന്നു. ആ ഔലിയാക്കൾ ഉന്നതമായ പദവിയുള്ളവർ. ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റസൂൽ, റസൂലോ സേ അലാ ഹമാരാ നബി. സൃഷ്ടികളിൽ നിന്ന് ഉന്നതർ ഔലിയാക്കളാണ്. ഔലിയാക്കളിൽ ഉന്നതർ മഹാന്മാരായ അമ്പിയാക്കളാണ്. അമ്പിയാക്കളിൽ ശ്രേഷ്ഠർ മുർസലീങ്ങളാണ്. അവരിൽ ഉന്നതരാണ് ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടിജാലങ്ങളുടെയും ഉന്നതർ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഔലിയാക്കളുടെ മുഴുവനും നേതാവാണ്, രാജാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ വലിയ വലിയ ഇല്ല. എല്ലാ ഔലിയാക്കളെക്കാളും ഉന്നതർ മഹാനരായ സയ്യിദുൽ അബ്റാർ വഖായിദുൽ മുഹാജിരീന വൽ അൻസാർ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ മഹാനരായ പുണ്യപ്രവാചകരുടെ വഴിയിലാണ് എല്ലാ ഔലിയാക്കളും ഉള്ളത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഔലിയാക്കളുടെ അടിസ്ഥാനപരമായ ഗുണം അള്ളാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കുക എന്നതാണ്. ഇവിടെ വരുന്ന എല്ലാ സഹോദരന്മാരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ പറയാനുള്ളത്, നാം മഹാനായ സൂഫി ഷഹീദ് അവറുകളുടെയും ഹളറമി തങ്ങളവറുകളുടെയും സന്നിധാനത്തിൽ നിന്ന് എരുമാട് ഉറൂസിന്റെ സദസ്സിൽ നിന്ന് മടങ്ങുമ്പോ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സകങ്ങളിൽ അള്ളാഹുവിന്റെ കൽപ്പനയോടുള്ള വിധേയത്വത്തിൽ, അള്ളാഹുവിനെ അനുസരിക്കുവാനുള്ള മനസ്സിൽ കാര്യമായ ഒരു പ്രതിജ്ഞ ഉണ്ടാകുമ്പോഴാണ് അവരുടെ സംതൃപ്തിയുടെയും സന്തോഷത്തിന്റെയും നോട്ടം നമുക്ക് ലഭിക്കുക. അവരുടെ ലോകത്തേക്ക് വന്നത് ഒരുപാട് പണം സമാഹരിക്കാനല്ല. അവര് പണം അവഗണിച്ചതുകൊണ്ടാണ് അവരുടെ കാൽക്കലേക്ക് പണം വന്ന് വീഴുന്നത്. പണം വേണ്ട, സ്ഥാനം വേണ്ട, ഒന്നുമേ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ മുഴുവനും പരിത്യജിച്ചപ്പോഴാണ് അവരുടെ കാൽക്കലേക്ക് വന്ന് ലക്ഷങ്ങൾ കുത്തിമറിയുന്നത്. ഇപ്പോഴും അതവർക്ക് ആവശ്യമില്ല, അവർക്കാവശ്യമില്ല. ഔലിയാക്കൾ ലോകത്തെ മുഴുവന് പുറങ്കാലുകൊണ്ട് തട്ടുകയാണ്. അതുകൊണ്ട് അവരുടെ മുമ്പിലേക്ക്, അവരുടെ പിന്നിലേക്ക് ലോകം വരികയാണ്. അപ്പോഴും അവർ പറയുന്നു ആവശ്യമില്ല. ഔലിയാക്കൾ ലോകത്തെ പരിത്യജിച്ച മഹാരഥന്മാർ. നാം അറിയേണ്ടത് അവരുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ സ്ഥാപിതമായിരുന്ന അല്ലാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസത്തെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ഏറ്റെടുക്കാൻ, അവരുടെ പിന്നണിയിൽ നിൽക്കാൻ ഒരു പ്രതിജ്ഞയുണ്ടാകണം.
അതിൽ ഒന്നാമതായി ഔലിയാക്കന്മാരെല്ലാം അവരുടെ ഉന്നതമായ പദവിയിലേക്ക് എത്തിയത് മസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു ഹത്താ അകൂന ലഹു യദൻ വൽ അർജുലാ ഇദ് ലാ ദലീല അലാ ത്വരീഖി ഇലൽ ഇലാഹ് إلا متابعة الرسول المكملا في حاله وفعله ومقاله وتتبعا وتابعا لا تعدلا മഹാന്മാരായ ഔലിയാക്കളെ ഉന്നതമായ വിധാനങ്ങളിലേക്ക് ശ്രേഷ്ഠമായ ഉന്നതമായ പദവികളിലേക്ക് അവരെത്തിച്ചേർന്നത് നിർബന്ധമായ ആരാധനകളിൽ ഒരു വീഴ്ചയും വരുത്താതെ പാലിക്കുന്നതിന് പുറമെ ഐച്ഛികമായ ആരാധനകൾ അവരേറ്റെടുക്കുകയാണ്. സുന്നത്തായ കർമ്മങ്ങൾ അവർ ചെയ്യുകയാണ്. നിർബന്ധമായ നിസ്കാരത്തിൽ ഒരു വീഴ്ചയും ഇല്ല. നിർബന്ധമായ നോമ്പിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. നിർബന്ധമായ കർമ്മങ്ങളിൽ ഒരു വീഴ്ചയും വരുത്തുന്നില്ല. അതിന് പുറമേ അവരവരുടെ ജീവിതത്തിലേക്ക് സുന്നത്തായ കർമ്മങ്ങളെ അധികരിപ്പിക്കുകയാണ്. അങ്ങനെയാണ് അവർ ഉന്നതമായ വിധാനങ്ങളിലേക്ക് എത്തിയത്. അതുകൊണ്ടാണ് മഹാരഥന്മാരെ മുഴുവനും അല്ലാഹുവിലേക്ക് അടുക്കുന്നത് അവരുടെ ആരാധനയുടെ, ആത്മീയതയുടെ, ആത്മനിഷ്ഠകളുടെ, സാധനകളുടെ, ഉപാസനകളുടെ പുലർച്ചയാണ്. ഔലിയാക്കൾ അവരുടെ ഉന്നതമായ പദവിയിലേക്ക് എത്തിച്ചേരുന്നത്. നിർബന്ധമായ ആരാധനകളിൽ അവർക്കൊരു വീഴ്ചയും വന്നില്ല. അതിന് പുറമേ അവർ സുന്നത്തായ അമലുകൾ ചെയ്യുകയാണ്. ഈ മഹത്തായ ഹദറത്തിൽ വന്നിട്ട് പോകുന്ന വിശ്വാസികളോട്, എന്നോടും നിങ്ങളോടും ഒന്നാമതായി പറയാനുള്ളത്, അല്ലാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് നമ്മൾ നിർബന്ധമായ കൽപ്പനകളൊന്നും ഒഴിവാകാൻ പാടില്ല. അതിൽ ഒന്നാമത്തേത് എന്താണ്? അസ്സലാഹ്. 5 നേരത്തെ നിസ്കാരമാണ്. 5 നേരത്തെ നിസ്കാരമാണ്. ആ നിസ്കാരത്തിൽ ഒരാൾ വീഴ്ച വരുത്തിയിട്ട് ഞാൻ വലിയിന്റെ ആളാണെന്ന് പറഞ്ഞാൽ വലിയനത് ഇഷ്ടമാകില്ല. ഔലിയാക്കൾ നമ്മുടെ കൂടെ നിൽക്കില്ല. കാരണം അവർക്ക് നിസ്കാരമൊന്ന് സമയം തെറ്റുക എന്നതുപോലും അവരുടെ ചിന്തയ്ക്ക് അപ്പുറമാണ്. അതുകൊണ്ട് നിർബന്ധമായ നിസ്കാരം ഒരു വിധേനയും കളാകാൻ പാടില്ല. കാരണം ആരെങ്കിലും ഒരാൾ 5 നേരത്തെ നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ ഇസ്ലാമിന്റെ ഭാഷയിൽ അവന്റെ രക്തത്തിന് വിലയില്ലാത്തവനാണ്. ഇസ്ലാമിക ഗവൺമെന്റ് ആണെങ്കിൽ താരിഖുസ് സ്വലാത്ത് കൊല്ലപ്പെടേണ്ടവനാണ്. ഇസ്ലാമിന്റെ ഭാഷയിൽ അവൻ തെമ്മാടിയാണ്. ഇസ്ലാമിന്റെ ഭാഷയിൽ അവൻ സലാം പറയപ്പെടേണ്ടവനോ മടക്കപ്പെടേണ്ടവനോ അല്ല. അമ്മൽ മുബ്തദിഉ വൽ ഫാസിഖു വലാ യുസല്ലിമു അലൈഹിം വലാ യുറദ്ദു ലഹും. സലാം പറയപ്പെടേണ്ടവനോ സലാം മടക്കപ്പെടേണ്ടവനോ അല്ല. അപ്പോൾ 5 നേരത്തെ ആരാധനയിൽ ഒരാൾക്കും ഒരു വിട്ടുവീഴ്ചയും അനുവദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിവേകം നിലനിൽക്കുന്നിടത്തോളം കാലം നിസ്കാരത്തിൽ നിന്ന് ഒഴിവില്ല. സ്ത്രീകൾക്കാണെങ്കിൽ അവരുടെ ശുദ്ധി കൂടി പരിഗണിക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, നിസ്കാരം ഒഴിവാക്കിയിട്ട് ഞാൻ വലിയന്റെ ആളാണെന്ന് പറഞ്ഞാൽ ഔലിയാക്കളുടെ പ്രീതിയും സന്തോഷവും നമുക്ക് ലഭിക്കുന്നതല്ല. അപ്പോൾ ഈ മഹത്തായ മഖബറയിൽ വന്നിട്ട് പോകുന്ന ആളുകൾ 5 നേരത്തെ നിസ്കാരത്തിൽ ഇനി എന്റെ ജീവിതത്തിൽ വീഴ്ച വരുത്തില്ല എന്ന പ്രതിജ്ഞ ഒന്നാമതായി അവരുടെ മനസ്സിൽ ഉണ്ടാകണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതാണ് അല്ലാഹുമായുള്ള ഏറ്റവും വലിയ കടപ്പാട്. ഇസ്ലാമിന്റെ ഭാഷയിൽ
മൻ തറക സ്വലാത്തസ് സുബ്ഹി ഫഹുവ ഖാരിജുൻ അൻ ദിമ്മത്തില്ലാഹ്. ആരെങ്കിലും ഒരാൾ 5 നേരത്തെ നിസ്കാരത്തിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സുബ്ഹി നിസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ അവൻ അല്ലാഹുവിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് പുറത്താണ്, അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പുറത്താണ്. അവനെക്കുറിച്ച് പരിഗണനയില്ല. പ്രിയമുള്ള സഹോദരന്മാരറിയണം, അപ്പോൾ സാധാരണക്കാരായ നമ്മളെല്ലാവരും മഹാന്മാരുടെ അടുക്കലേക്ക് വരുമ്പോൾ അവർക്ക് പ്രീതി കിട്ടുന്ന വിധത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കഴിയണം. വിശാലമായി ഞാൻ സംസാരിക്കുന്നില്ല. അവരെല്ലാവരും ആരായിരുന്നു? നമ്മളെല്ലാവരും മിക്കപ്പോഴും മഖബറകളിലേക്ക് വരുന്നത് രോഗം മാറാൻ, കച്ചവടം നന്നാവാൻ, മഹാന്മാരായ ഔലിയാക്കളുടെ ബറക്കാത്തുകൾ കൊണ്ട്, അനുഗ്രഹങ്ങൾ കൊണ്ട് ഭൗതികമായ ജീവിതം ചിട്ടപ്പെടാൻ, രക്ഷപ്പെടാൻ, മോക്ഷം ലഭിക്കാൻ, ആഗ്രഹ സാഫല്യത്തിന്, ഇതിനൊക്കെയാണ് നമ്മൾ ഔലിയാക്കളിലേക്ക് വരുന്നത്. അവരെല്ലാമോ ഭൗതികമായ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളെ മുഴുവനും മാറ്റിവെച്ച് ഹമ്മുഹും ഹമ്മുൽ ആഖിറ, അവരുടെ വിചാരം അവരുടെ പറമ്പിന്റെ നല്ല കൃഷിയായിരുന്നില്ല, അവരുടെ വിചാരം അവരുടെ കച്ചവട സ്ഥാപനത്തിന്റെ വലിപ്പമായിരുന്നില്ല, അവരുടെ വിചാരം അവരുടെ കമ്പനി വലുതാക്കലായിരുന്നില്ല, അവരുടെ വിചാരം ഭൗതികമായ ഒരുപാട് സ്ഥാനമാനങ്ങളോ പദവികളോ ആയിരുന്നില്ല. അവരുടെ വിചാരം മുഴുവനും അല്ലാഹ് അല്ലാഹ് അല്ലാഹു എന്ന വിചാരമാ അവരെ അലട്ടിയിരുന്നത്. പാരത്രികമായ ജീവിതത്തിന്റെ മോക്ഷങ്ങളും രക്ഷാകടാക്ഷങ്ങളുമാണ് അവരുടെ മനസ്സിനെ മുഴുവനും വധിച്ചിരുന്നതെങ്കിൽ അവർക്ക് ഈ ഭൗതികമായ ജാടകളൊന്നും അവർക്ക് വേണ്ടിയിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അറിയേണ്ടത്, ലോകത്ത് ഏറ്റവും വലിയ അംഗീകാരം കിട്ടുന്ന ആളുകളാരാ? അവര് ഔലിയാക്കളാണ്. ലോകത്ത് ഭരണാധികാരികളുടെ സ്ഥാനം, അവര് ഭരണത്തിൽ നിന്നിറങ്ങിയാൽ അവരെ ജനങ്ങൾക്ക് വേണ്ട. ലോകത്തുള്ള തമ്പുരാക്കന്മാർ, അവരെ ലോകത്തിന് ആവശ്യമില്ല മരിച്ചു കഴിഞ്ഞാൽ. വലിയ വിദ്യാഭ്യാസ സമ്പന്നന്മാർ, ആരോഗ്യവാന്മാർ, ധനവാന്മാർ, അവരെ ആരെയും ലോകത്തിന് മരിച്ചു കഴിഞ്ഞാൽ വേണ്ട, ലോകത്തിന് ആവശ്യമില്ല. അതാണ് ലോകത്തിന്റെ മുഴുവനും നടപടി. നമ്മൾ വിചാരിക്കും എന്റെ മകൻ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആയാൽ എന്നെന്നും അവൻ ഓർമ്മിക്കപ്പെടുമെന്ന്. തെറ്റിപ്പോയി.